വിനാശകരമായ കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചു. യുദ്ധഭൂമിയിൽ തന്റെ വംശം മുഴുവൻ അവസാനിച്ചതുകണ്ട് 101 മക്കളുടെ മാതാവായ ഗാന്ധാരി ഹൃദയഭേദകമായി വിലപിക്കുന്നു. ഹസ്തിനാപുരത്തു നിന്നും ഉയർന്നുകേട്ട വിധവകളായ സ്ത്രീകളുടെ വിലാപം ധൃതരാഷ്ട്രപത്നിയുടെ തകർന്ന മനസ്സിനെ വീണ്ടും വീണ്ടും കീറിമുറിച്ചു. ആ സർവനാശത്തിന്റെ മുഴുവൻ ഉത്തരവാദിയായി ഗാന്ധാരി കണ്ടത് കൃഷ്ണനെയാണ്. മഹാതപസ്വിനിയായ ആ മാതാവിന്റെ താപത്തിൽ നിന്നും ഭഗവാനു നേരെ ശാപമുയർന്നു. ഏതുവിധമാണോ തന്റെ വംശം മുഴുവൻ നശിച്ചത്, അതേ പ്രകാരം 3 പന്തീരാണ്ട് കഴിയുമ്പോൾ ഭഗവാന്റെ കൺമുൻപിൽ വെച്ച് തന്നെ യാദവ വംശം അമ്പെ തകർന്നടിയും. കൃഷ്ണൻ നിർമ്മിച്ച സുവർണ നഗരിയായ ദ്വാരക കടലെടുത്തു പോകും. എല്ലാ ശക്തിയുമുണ്ടെങ്കിലും ഒന്നും ചെയ്യാനാകാതെ ഭഗവാന് നോക്കി നിൽക്കേണ്ടി വരും. ഒടുവിൽ രാജ്യവും വെടിഞ്ഞ് ഏകനായിരിക്കെ കൃഷ്ണന്റെ ജീവിതവും അവസാനിക്കും. അഹങ്കാരത്തിൽ സ്വയം മറന്നു ജീവിക്കുന്ന യാദവ വംശത്തിന്റെ നാശം അനിവാര്യമായതിനാൽ ആ ശാപം അദ്ദേഹം പുഞ്ചിരിയോടെ തന്നെ സ്വീകരിച്ചു.